പാകിസ്ഥാൻ എന്ന വാക്കും വിഭജനം എന്ന വാക്കും ഒരുമിച്ച് കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് 1971 കൈപ്പേറിയ ഓർമ്മകളാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ രണ്ടായി പിളർന്ന് കിഴക്കൻ പ്രവിശ്യയായ ഈസ്റ്റ് പാകിസ്ഥാൻ സ്വതന്ത്ര ബംഗ്ലാദേശായി മാറിയ ചരിത്രപരമായ സംഭവം. എന്നാൽ ഇന്ന് പാകിസ്ഥാനിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു തരം വിഭജനമാണ്. നിലവിലുള്ള പ്രവിശ്യകളെ കൂടുതൽ ചെറിയ ഭരണ യൂണിറ്റുകളാക്കി മാറ്റാനുള്ള നീക്കം. ഭരണപരമായ കാര്യക്ഷമതയും സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഈ നീക്കം എന്ന് വാദിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ നിർദ്ദേശം വിദഗ്ധർക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലും വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അബ്ദുൽ അലീം ഖാൻ ചെറിയ പ്രവിശ്യകൾ തീർച്ചയായും സൃഷ്ടിക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ചതോടെ ഈ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിച്ചു. എന്നാൽ ഈ ഭരണപരമായ വിഭജനം രാജ്യത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുകയെന്ന് പല പ്രമുഖ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാന് 5 പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്. ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് പഞ്ചാബ്, സിന്ധ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അതുപോലെ ബലൂചിസ്ഥാൻ. ഈസ്റ്റ് ബംഗാൾ 1971 ബംഗ്ലാദേശായി സ്വതന്ത്രമായി മാറി. വെസ്റ്റ് പഞ്ചാബ് പഞ്ചാബായി മാറി. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് പിന്നീട് ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. സിന്ധും ബലൂചിസ്ഥാനും മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. ഇന്നത്തെ പാകിസ്ഥാനിൽ നിലവിലുള്ള 4 പ്രധാന പ്രവിശ്യകൾ ഇവയാണ്: പഞ്ചാബ്, സിന്ധ്, ഖൈബർ പഖ്തൂൺഖ്വ, അതുപോലെ ബലൂചിസ്ഥാൻ. ഈ പ്രവിശ്യകളെയാണ് വീണ്ടും വിഭജിക്കാൻ ഇപ്പോൾ നീക്കം നടക്കുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ പോലെയുള്ള പ്രവിശ്യകളിലെ വർദ്ധിച്ചു വരുന്ന സ്വാതന്ത്ര്യവാദങ്ങളെയും ഖൈബർ പഖ്തൂൺഖ്വയിലെ ശക്തമായ പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും നേരിടുന്നതിനിടെയാണ് ഈ ഭരണപരമായ വിഭജന നീക്കം എന്നതാണ് ഏറെ ശ്രദ്ധേയം. അബ്ദുൽ അലി ഖാൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിലവിലുള്ള ഓരോ പ്രവിശ്യകളെയും അതായത് സിന്ധ്, പഞ്ചാബ്, ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ 3 പ്രവിശ്യകളായി വിഭജിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അയൽ രാജ്യങ്ങൾക്കും നിരവധി ചെറിയ പ്രവിശ്യകളുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചെറിയ പ്രവിശ്യകൾ രൂപീകരിക്കുന്നത് ഭരണപരമായ നിയന്ത്രണം ശക്തിപ്പെടുത്താനും പൗരന്മാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും സഹായിക്കുമെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സഖ്യ സർക്കാരിന്റെ ഭാഗമായ ഇസ്തഗാം പാകിസ്ഥാൻ പാർട്ടി അതായത് IPP ആണ് വിഭജനത്തിന് മുൻകൈയെടുക്കുന്നത്. സിന്ധ് കേന്ദ്രീകൃതമായ മുത്തഹിദ ഖൗമി മൂവ്മെന്റ് പാകിസ്ഥാൻ ഈ നീക്കത്തിന് ശക്തമായ പിന്തുണയും നൽകുന്നു. 28ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പുതിയ പ്രവിശ്യകൾക്കായി നിയമപരവും ജനാധിപത്യപരവുമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്ന് MOMP പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സഖ്യ സർക്കാരിലെ പ്രധാന കക്ഷികളിൽ ഒന്നായ ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സിന്ധ് പ്രവിശ്യയുടെ വിഭജനത്തിന് പരമ്പരാഗതമായി എതിരാണ്. സിന്ധിലെ മുഖ്യമന്ത്രിയും PPP നേതാവുമായ മുറാദ് അലി ഷാ പ്രവിശ്യയെ വിഭജിക്കാനുള്ള ഒരു നീക്കവും തൻ്റെ പാർട്ടി അംഗീകരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം തന്നെ നിർദ്ദേശത്തിന്റെ ഭാവി ദുഷ്കരമാക്കുകയും ചെയ്യുന്നു. കൂടുതൽ പ്രവിശ്യകൾ സൃഷ്ടിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയായി കാണുന്നതിനെതിരെ പ്രമുഖ പാകിസ്ഥാനി ബ്യൂറോക്രാറ്റുകളും ചിന്തകരും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ഭരണപരമായ ഒരു മാറ്റത്തിന് മുമ്പ് ശ്രദ്ധാപൂർവമായ ഭരണഘടനാപരവും അതുപോലെ ഭരണപരവും ചരിത്രപരവുമായ ഒരു അവലോകനം ആവശ്യമാണെന്ന് മുൻ ഉദ്യോഗസ്ഥൻ സയ്യിദ് അക്തർ അലി ഷാ അഭിപ്രായപ്പെടുന്നു. വിവിധ ഭരണ മാതൃകകൾ പരീക്ഷിച്ചിട്ടും പാകിസ്ഥാൻ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം ദുർബലമായ സ്ഥാപനങ്ങൾ, നിയമപരിപാലനത്തിലെ അസമത്വം, മോശം പ്രാദേശിക ഭരണം എന്നിവയാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഈ ഘടനാപരമായ വിടവുകൾ പരിഹരിക്കാതെ വെറുതെ പ്രവിശ്യകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ. പാകിസ്ഥാൻ നേരിടുന്ന പ്രധാന പ്രശ്നം പ്രവിശ്യകളുടെ എണ്ണമല്ല, മറിച്ച് ഭരണത്തിലെ വിടവുകളാണ്. അത് നിയമവാഴ്ചയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ദുർബലമായ സ്ഥാപനങ്ങൾ, ഏകപക്ഷീയമായ നിയമപാലനം, ഉത്തരവാദിത്തമില്ലായ്മ എന്നിവ സേവനം നൽകാനുള്ള ഭരണകൂടത്തിന്റെ ശേഷിയില്ലാതെയാക്കി. കേവലം പ്രവിശ്യകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഈ അടിസ്ഥാനപരമായ ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. പകരം അത് അവയെ വഷളാക്കിയേക്കാം എന്ന് സയ്യദ് അക്തർ അലി ഷാ ദി എക്സ്പ്രസ് ട്രിബ്യൂണലിൽ എഴുതി. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്കായ പിൽഡാറ്റിന്റെ പ്രസിഡന്റ് അഹമ്മദ് ബിലാൽ മെഹബൂബ് പറയുന്നതും സമാനമായ കാര്യങ്ങളാണ്. വലിയ പ്രവിശ്യകൾ എന്നത് അത്ര വലിയ പ്രശ്നമല്ലെന്നും പ്രാദേശിക തലത്തിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കാത്തതാണ് പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ പ്രവിശ്യകൾ സൃഷ്ടിക്കുന്നത് ചിലവേറിയതും സങ്കീർണവും രാഷ്ട്രീയപരമായി സംഘർഷഭരിതവുമാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ഭരണകൂടങ്ങൾ, പുതിയ തലസ്ഥാനങ്ങൾ, പുതിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്നിവയ്ക്കുള്ള ഭീമമായ ചെലവ് രാജ്യത്തിന്റെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിക്ക് താങ്ങാൻ കഴിയില്ല. വിദഗ്ധർ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നത് പ്രവിശ്യകളെ വിഭജിക്കുന്നതിന് പകരം നിലവിലുള്ള ഭരണപരമായ വിഭാഗങ്ങളെ ശാക്തീകരിക്കുകയും ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രാദേശിക സർക്കാരുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്.
ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ വലുതാണെങ്കിലും ശക്തമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അതായത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും വഴി ഭരണം അടിസ്ഥാന തലത്തിലേക്ക് എത്തുന്നു. ഈ വികേന്ദ്രീകരണ സംവിധാനം ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പ്രാദേശിക തലത്തിൽ ഉന്നയിക്കാനും വേഗത്തിൽ പരിഹാരം കാണാനും സഹായിക്കുന്നു. പാകിസ്ഥാൻ പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള വികേന്ദ്രീകൃത മാതൃകകളാണ്, അല്ലാതെ കേവലം ഭൂപടം മാറ്റി വരയ്ക്കുന്നതിലൂടെയുള്ള ഭരണപരിഷ്കാരങ്ങളല്ല. മെച്ചപ്പെട്ട ഭരണം, സേവനങ്ങളുടെ വേഗത്തിലുള്ള വിതരണം എന്നീ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പാകിസ്ഥാൻ പുതിയ പ്രവിശ്യകൾ രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായേക്കാം. പുതിയ പ്രവിശ്യകൾ രൂപീകരിക്കുമ്പോൾ അതിർത്തി തർക്കങ്ങളും വിഭവങ്ങളുടെ പങ്കുവെക്കലുകളുമായി ബന്ധപ്പെട്ട പുതിയ വൈകാരിക പ്രശ്നങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. സിന്ധ് പോലെയുള്ള പ്രവിശ്യകളിൽ നിലനിൽക്കുന്ന കടുത്ത രാഷ്ട്രീയ എതിർപ്പുകൾ ഈ നീക്കം ഫെഡറൽ സർക്കാരും പ്രാദേശിക കക്ഷികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ കാരണമാകും. പ്രവിശ്യകൾ വിഭജിക്കുന്നതിലൂടെയുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ മുഴുകുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി, തീവ്രവാദം, ക്രമസമാധാന പ്രശ്നങ്ങൾ തുടങ്ങിയ അടിയന്തര വിഷയങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ വ്യതിചലിക്കപ്പെടും. പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രതിസന്ധി ഭരണപരമായ അതിരുകളുടേതല്ല, മറിച്ച് സ്ഥാപനപരമായ ദൗർബല്യങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയുടേതുമാണ്. നിലവിലുള്ള ഘടനയെ ശക്തിപ്പെടുത്തിയും നിയമവാഴ്ച ഉറപ്പാക്കിയും പ്രാദേശിക സർക്കാരുകൾക്ക് അധികാരം നൽകിയുമല്ലാതെ ഭൂപടത്തിലെ മാറ്റങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റം വരുത്താൻ കഴിയില്ല. പാകിസ്ഥാൻ ഭരണകൂടം ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ 1971 ദുരന്തം പോലെ ആകില്ലെങ്കിലും രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ ഈ നീക്കം വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല.